എന്താ? നിങ്ങളുടെ ഈ വാരികൾ നക്ഷത്രഫലം എഴുതുന്ന ചിത്രൻ ആരാ? എന്തു പറ്റി? അയ്യോ, അയാൾ എഴുതുന്ന എന്ത് കറക്റ്റ് ആണെന്നോ. കഴിഞ്ഞ ആഴ്ച എന്റെ വാരഫലത്തിൽ അയാൾ എഴുതി സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുമെന്ന്. കഴിഞ്ഞ ആഴ്ച എന്റെ ടൈപ്പിന്റെ റിസൾട്ട് വന്നു, ഞാൻ ജയിച്ചു എന്ന്. നിങ്ങൾ പത്രം ഓഫീസിലെ ഏത് കുന്തത്തിലെ ജോലി ചെയ്തു? എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, എന്റെ വാടക തെറ്റിക്കാൻ പറ്റത്തില്ല. വയ്യെങ്കി അങ്ങോട്ട് ഇറങ്ങ്, വേറെ ആളുകളുണ്ട്. കൃഷ്ണൻകുട്ടി, നക്ഷത്രവല്ല അങ്ങേറി തെളിയുന്നുണ്ട് കേട്ടോ. എന്റെ നക്ഷത്രം തെളിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. തമാശ അല്ല, ആഴ്ചക്ക് 2000 കോപ്പി വെച്ച് കൂടുവാ. അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യം സാർ? 100 രൂപ കൊണ്ട് ചക്രശ്വാസം വലിക്കുന്ന പാട് എനിക്കറിയാം. ഇറങ്ങിയാ പറ്റുകാരാ ചുറ്റിനും. പിന്നെ അടുത്ത ആഴ്ചത്തേക്കുള്ള നക്ഷത്രവല്ല ഇന്ന് വൈകിട്ട് തന്നെ പ്രസിപ്പോണ്ടതാ. എന്നെ കൊണ്ടൊന്നും പോയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ കൊപ്രാക്കളത്തിലായിരുന്നു. ഒരു പോളൊക്കെ നടച്ചിട്ടില്ല. ഇന്ന് പറഞ്ഞിരിക്കുക എന്നെ കൊണ്ട് പോയിട്ട് കോഴിക്കോട്ടേക്ക് പോകണം. സാറ് കാര്യം ചെയ്യും. കഴിഞ്ഞ ആഴ്ച അശ്വതിക്ക് കൊടുത്തത് ഇത്തവണ കാർത്തികയ്ക്ക് കൊടുത്ത് രോഹിണിക്കും, രോഹിണിക്ക് കൊടുത്ത് രേവതി കെട്ടിട്ട് വെച്ചു. അങ്ങനെ കൊടുത്താൽ എല്ലാം ഒന്നാണ് സാർ. ആൾക്കാരുടെ നടക്കാത്ത സ്വപ്നങ്ങളാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കയ്യിൽ ആകെ ഉള്ളത് അത് തന്നെ. പിന്നെ ഈ കാര്യം ഞാൻ പറഞ്ഞതായിട്ട് ആരോടും പറയണ്ട. മണി 6 ഓണ സമയം. അശ്വതിക്ക് കൊടുത്തത് കാർത്തികയ്ക്ക് കൊടുക്കാൻ. ചേച്ചേ, ഞാൻ രേവതിക്ക് കൊടുക്കും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ഇന്നൊരു MLA കാര്യം സൂചിപ്പിച്ചില്ലേ, അയാളൊന്ന് വധിക്കണം. 2 തെറി ഇടണമെന്ന്. അദ്ദേഹം ജനസമ്മതനാണ്. പോരെ കള്ളുകൂടി ഇല്ല, സിഗരറ്റ് വലിയ പോലും ഇല്ല. ഇതൊക്കെ ഒന്നും നമ്മൾ എഴുതുന്നു. കല്യാണപ്പന്തലിൽ വെച്ച് എന്നെ കണ്ടാവുന്ന ചിരിക്കാൻ പാടില്ലല്ലേ? എന്ത് പറയണു? എഴുതാ സാർ. ഇപ്പൊ മുതൽ അയാൾ നമ്മുടെ ബ്ലാക്ക് ലിസ്റ്റില്ല. നമ്മുടെ കണക്കിൽ അങ്ങനെ ഒരു MLA ഇല്ല. അയാളുടെ പേരോ പടവോ അയാൾക്ക് ഗുണം വരുന്നൊരു വാർത്തയോ മിന്നൽ വരാൻ പാടില്ല. സാർ, അദ്ദേഹം ഒരു ജനസമ്മതനാണ്. നാളെ എങ്ങാനും ഒരു മന്ത്രി ആയാൽ അപ്പൊ നമ്മൾ പ്ലേറ്റ് മാറ്റുന്നു. ഇയാളൊരു ജേർണലിസ്റ്റ്. സംസ്കൃതം MA. നല്ല ആൾക്കാരാ എല്ലാവരും. ഇഷ്ടം പോലെ വെള്ളം കോരിയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ കയറ് പിഞ്ചാറായി. എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പുതിയ കയറ് വാങ്ങിച്ചാലെന്താ? കുളിക്കാൻ പോവുകയാണോ? കുളിച്ചേച്ച് പെട്ടെന്ന് ഇറങ്ങിക്കോളണം. അല്ലാതെ പാട്ടും പാടി വിസ്തരിക്കാൻ നിൽക്കരുത്. എനിക്ക് പെൻഷൻ മേടിക്കാൻ പോകാനുള്ളതാ. അപ്പൂപ്പന് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. ഞാനും സമയത്തിന് സ്കൂളിൽ പോയി പഠിച്ച് പെൻഷൻ വാങ്ങട്ടെ. സാറേ, സാർ എവിടെ പോയാലും സാറിന്റെ തോളത്തിൽ സഞ്ചി കാണാമല്ലോ. ഇതിനകത്ത് എന്താ ഉള്ളത്? ഓഫീസിലെ കുറച്ച് കണക്കുകളുണ്ട്. പിന്നെ കുറച്ച് കാശുണ്ട്. പിന്നെ മുടി ചെയ്യാനുള്ള ചീപ്പുണ്ട്. അത്രേ ഉള്ളൂ. നല്ലപോലെ ആലോചിച്ച് നോക്കേ. വേറൊന്നുമില്ല. എന്താ? അല്ല, ഒന്നുമില്ല. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നിങ്ങളുടെ ആശ തീരും. വർഗീസേ,
യഥാർത്ഥ കള്ളക്കടത്തുകാരൻ നിങ്ങളാ. കോടതിക്കുള്ളിൽ കൊലപാതകം നടത്തുന്നു. ഇങ്ങനെയുള്ളൊരു കുടിലാരും ശിവാശ്രീകലും സ്വർണ്ണ ബിസ്ക്കറ്റും പ്രതീക്ഷിക്കില്ലല്ലോ. അതൊക്കെ വിട്. നമ്മുടെ മുയല് കൂട്ടി വീണ കൂട്ടിലല്ലേ കിടക്കുന്നത്, പുറത്തു കൊണ്ടുവരാനല്ലേ ഞാനീ പാടുപെടുന്നത്. ഞാൻ എത്ര നാളായി പാടുപെടുന്നു. കുറച്ചു നേരത്തേക്കെങ്കിലും ഒന്ന് പുറത്ത് കിട്ടാൻ നടക്കുന്നില്ല. അത് വിട്. ഇതാദ്യത്തെ പിടപ്പല്ലേ. ഗായത്രി മന്ത്രം മാത്രം മുഴങ്ങിയിരുന്ന നമ്പൂതിരി ഇല്ലങ്ങളിൽ നിന്ന് ഞാൻ കടത്തിയിട്ടുണ്ട്. പിന്നല്ലേ ഈ മുത്തുലക്ഷ്മി. അവരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബോംബെ പണി വാങ്ങിച്ചു കൊടുക്കാവുന്ന ടൈപ്പിസ്റ്റ് ആയിട്ട്. നിങ്ങളുടെ ഗോൾഡ് ബിസ്ക്കറ്റ് മാതിരിയല്ല. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്കേ വൈഡൂര്യത്തിന്റെ വിലയാ. നമസ്കാരം സാർ. എന്തിനാണോ താനിങ്ങനെ നക്ഷത്ര വലോടി എന്റെ ഭാര്യയുടെ പേജ് നഷ്ടപ്പെടുത്തുന്നത്? ഒരു ഗുണവും കാണുന്നില്ലല്ലോ. കൃഷ്ണൻകുട്ടി വിഷമിക്കണ്ട. സത്യാവസ്ഥ ഞാൻ പറയാം. ആരോടും പറയണ്ട. ഇതിനകം 8,000 കോപ്പി കൂടിക്കഴിഞ്ഞു. നക്ഷത്രഫലം കൊണ്ട് മാത്രം. ഒന്നും തരണ്ട ചേച്ചി, നമ്മൾ ചെയ്യുന്നൊന്ന് അംഗീകരിച്ചൂടെ? അവരത് ചെയ്യില്ലല്ലോ, മുതലാളിമാരല്ലേ. അംഗീകരിച്ചു പോയാൽ നാളെ കൃഷ്ണൻകുട്ടി അവകാശങ്ങൾ ചോദിച്ചാലോ? ആ പെങ്കൊച്ച് അവരുടെ മോളൊന്നുമല്ല സാറേ. അതൊരു തള്ളയില്ലാത്ത കൊച്ചാ. അതിന് 10 വയസ്സുള്ളപ്പോ അതിന്റെ തന്ത ഒരു തമിഴനാ ഇവിടെ കൊണ്ടാക്കിയേച്ചു പോയതാ. അയാളും മരിച്ചുപോയി. അതിനെയിട്ട് അതുഷ്ട മാട് പോലെ പണിയെടുപ്പിക്കുക. സാറിന്റെ അറിവിലേക്ക് വേണ്ടി പറയുക, ആ കൊച്ചിനെ ഇറച്ചിക്ക് വില പറയുന്നത് പോലെ കണക്ക് പറഞ്ഞ് ഇവിടെ നിന്ന് കടത്താൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. സാറ് കാണാറില്ലേ കൂടെ കൂടെ ബോംബെയിൽ നിന്ന് ഇവിടെ വരാറുള്ള ആ തൊപ്പിക്കാരനെ? പക്ഷെ ആരോരും ഇല്ലാത്ത ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാന്? നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ 10 മണി കഴിഞ്ഞാൽ ലൈറ്റ് ഇടരുതെന്ന്? ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ട്. മുത്തു, എനിക്കിപ്പം നിന്നെ അറിയാം. നീ ടൈപ്പ് പാസ്സായതല്ലേ? ഞാൻ നിനക്കൊരു ജോലി വാങ്ങിച്ചു തരട്ടെ. നീ രക്ഷപ്പെട. അവരെല്ലാം കേട്ടോണ്ടിരിക്കുക. അവരെല്ലാം കേട്ടോണ്ടിരിക്കുക. ആരാ മനസ്സിലായില്ല? ഞാൻ കൃഷ്ണൻകുട്ടിയുടെ അച്ഛൻ. ഓ അത് ശരി. അദ്ദേഹം ഇന്ന് ഇവിടെ ഉണ്ടാവില്ല. വെള്ളി ശനിയും അദ്ദേഹം അങ്ങ് ആയിൽ ഫാക്ടറിയില്ല. കൃഷ്ണൻകുട്ടി, എന്നെ അച്ഛൻ വന്നിരിക്കും. അല്ല, നീ പത്രാഫീസിൽ ജോലി ചെയ്യുന്നതാണല്ലോ ഞാൻ കേട്ടത്. എല്ലാം ഉണ്ട്. ഈ ഓയിൽ മില്ല് വരുടെ തന്നെയാ. നീ ഞങ്ങളെ മറന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ മറക്കാനാവില്ലല്ലോ. ഏതായാലും പൽപ്പിനെ അവനുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ആ വിഷമമില്ല. ഗോപനാണെങ്കിൽ ഏതോ പണി ശരിയാക്കി മറ്റേ അസുഖം പോയി. അവർ രണ്ടുപേരും 2 വഴിക്ക് പോയപ്പോഴാ നിന്റെ കുറവ് വീട്ടിൽ തോന്നി തുടങ്ങി. കായംകുളത്തിലുള്ള ടിന്നുകൾ ഇപ്പൊ തന്നെ അയക്കണോ? അത് രാത്രി പോകുന്ന വയലിൽ കയറ്റി വെച്ചാൽ മതിയോ? രാത്രി വാങ്ങിച്ചാൽ മതി. ഓ ശരി. ഓ മണി 1 ആയില്ലോടാ. ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചതുമില്ല. വാ, നമുക്ക് പുറത്തു പോയെല്ലാം കഴിക്കാം. ഞാനിപ്പോ വരാം. അച്ഛൻ എന്ത് പറയുന്നു? ഞാൻ പ്രതീക്ഷിച്ചതല്ല. അച്ഛൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരുന്നു. മാസം ആകെ കിട്ടുന്ന 100 രൂപയാ. ഉച്ചയ്ക്ക് പച്ചറോട്ടയും കഴിച്ചാ മനുഷ്യൻ ഇവിടെ കഴിയുന്നു. അച്ഛനെ അറിയിച്ചിട്ട് കാര്യമില്ലല്ലോ. ഗോപി, ഞാനൊന്ന് പുറത്ത് വിട്ടേച്ചാ. നന്നായി. അച്ഛൻ കാരണം ഞാൻ ഉച്ചയ്ക്ക് നേരം നിന്ന്. ഇന്നലെ തലയിറങ്ങി വീണപ്പോൾ ഞാൻ പറയുന്നതാ ഉച്ചയ്ക്കെങ്കിലും ഒരുപാട് ചോറ് വാരത്തിനൊന്ന്. ഇന്നും മിക്കവാറും തലയിറങ്ങി വീഴും.
വിശന്നിട്ടല്ല, തട്ടുകടക്കാരന്റെ മോന്ത കാണുമ്പോ. 1.70. എന്താ വേണ്ടേ? ഒരു ഊണ് വേണം. നിനക്കോ? എനിക്കൊന്നും വേണ്ട, ഞാൻ റൊട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ചായ കുടിച്ചോളാം. ഒരു ചായയും. സ്പെഷ്യൽ എന്താ വേണ്ടേ? ഒന്നും വേണമെന്നില്ല. എന്താ ഉള്ളത്? ചിക്കൻ ഫ്രൈ, മട്ടൺ ഫ്രൈ, ഫിഷ് ഫ്രൈ. ഇവിടുത്തെ ചിക്കനൊക്കെ പഴയതായിരിക്കും. ഓ, വീട്ടിൽ പിന്നെ പുതിയല്ല കഴിക്കുന്നത്. ഒരു ചിക്കൻ ഫ്രൈ. ഒരു ചിക്കൻ ഫ്രൈ. ഒന്നോർത്താൽ നീ അവിടെ വിട്ട് നന്നായി. നിന്റെ ഫോട്ടോ സ്റ്റുഡിയോക്കാരൻ പിന്നെയും കുറെ തവണ വന്നിരുന്നു. അപ്പോഴല്ലേ കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. അവന്റെ സ്റ്റുഡിയോയും പൂട്ടി. ബാങ്കുകാരാ കേസ് കൊടുത്തത്. ഇപ്പൊ കാണാനേ ഇല്ല. പിന്നെ കോഴി വറുത്തം ഉണ്ടെങ്കിൽ ആഴ്ച ഒരിക്കൽ നല്ലതാ. നീ ഉച്ചയ്ക്ക് പച്ചറൊട്ടി മാത്രം കഴിക്കാതെ വല്ല ചിക്കനും വാങ്ങിച്ചു കഴിക്ക്. ഇപ്പൊ കഴിക്കുന്നത് ദേഹത്ത് കാണത്തുള്ളൂ. എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടല്ല, വയറിന് സൂലാഞ്ഞിട്ടാ. ആ വേണ്ട, മതി മതി. വാ വാ. ഓ, ഊണൊരു സുഖമായില്ല. അത് പറ്റായത് കൊണ്ടാ. പച്ച നിരത്താ കഴിച്ചുകൊണ്ട് നന്നാവോ? ഫാദറാ. സാറേ, വാരി എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? ഞാൻ ഉടനെ തീർത്തോളാം. നീ ഇനി എന്നാ അങ്ങോട്ട്? 2 മാസം ഓവർ ടൈം ഉണ്ട്, അത് കഴിഞ്ഞ് നോക്കിയാൽ മതി. എന്നാ അച്ഛൻ കൊണ്ട് ചെല്ലേ, എനിക്കും പോയിട്ട് വേറെ പണിയുണ്ട്. ഏടാ, പണമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല, വണ്ടിക്കൂലി എങ്കിലും താടാ. ഇനി 50 പൈസ ഉണ്ടെങ്കിലേ വണ്ടിയെ കയറ്റത്തുള്ളൂ. അമ്മയോട് എന്തെങ്കിലും പറയണോ? വേണ്ട വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. ഈ പോക്ക് ശരിയാവൂല. ഇന്ന് തീരെ എത്രയായി? നാളെ എങ്ങനെങ്കിലും ഞാൻ ഏർപ്പാടാക്കാം. അതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ആൾക്കാർ വേറെ ഇറങ്ങി നടക്കാം മുറി ഉണ്ടോന്നും ചോദിച്ചു. ഞാൻ അന്നേ പറഞ്ഞല്ലോ, 1-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ എനിക്ക് വാടക കിട്ടിയിരിക്കണം. നാളെ ഒരു കാരണവശാലും ഞാൻ വാക്ക് മാറില്ല. ആദ്യം വന്ന് താക്കോല് വാങ്ങിക്കുമ്പോ എന്താ ഒരു കുറവ്. ഒരക്ഷരം ഉണ്ടാനൊക്കത്തില്ല. എല്ലാം വന്ന് കുറ്റി അടിച്ച പോലെ നിൽക്കും. ഞാൻ സാറിനെ കാത്ത് 2 മണിക്കൂറാ നിൽക്കുക. എന്താ വിശേഷം? ഓണം വിശേഷൽ പ്രതിയിലേക്കുള്ള കുറെ മാറ്ററും പരസ്യത്തിന്റെ കണക്കുമാ. നാളെ രാവിലെ പ്രസിൽ കൊണ്ടുപോകേണ്ടതാ. അവിടെ ആണെങ്കിൽ 3 പേര് ലീവില്ല. മാനേജർ പറഞ്ഞു. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഒരു മനുഷ്യനെ ഗതികേടിന്റെ പേരിൽ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. പറയുമ്പം വലിയ വാരികയുടെ മേൽലാസമാണ്. പട്ടിടക്കാരന്റെയും വാടകക്കാരന്റെയും തെറിയേക്കാനേ നേരമുള്ളൂ. 100 രൂപ കൊണ്ട് മാസം സമൃദ്ധിയാക്കാൻ ഉത്തരവിട്ടിരിക്കല്ലേ. പെറ്റ തള്ളയ്ക്ക് പോലും മാസം 5 രൂപ കൊടുക്കാൻ കഴിയാത്ത ഗതികേടോ എനിക്ക്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? തനിക്കറിയാമോ, ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ആഹാരം പോലും കഴിച്ചിട്ടില്ല. പിന്നെ അവക്ക് വേണ്ടി എനിക്ക് ഇതുവരെ ചെലവായിട്ടുള്ള പണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയണ്ട. വിശ്വാസം ഇല്ലെങ്കിൽ പിന്നൊരു കാര്യം, അവക്ക് മാന്യമായ ഒരു ജോലി ബോംബെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്തോണം. അതാണ് നമ്മൾ തമ്മിലുള്ള കരാറ്. മുത്തലക്ഷ്മി, 3-ാം നമ്പറിന്റെ വാടക വാങ്ങിച്ചു. ഇല്ലെങ്കിൽ മാറാൻ പറ. വേറെ ആളുണ്ട്. ഏതായാലും ബുക്കിംഗ് ആയി.
ഇനി മുയലിനെ ഇവിടുന്ന് കടത്തണം. വർഗീസ് എന്നെ അതിന് സഹായിക്കണം. ഞാൻ സഹായിക്കണോ? ആഹാ, മുത്തു ഉറങ്ങിയില്ലേ? എത്ര ആഗ്രഹിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ എനിക്കൊരു കൂട്ടായി. കണ്ടില്ലേ, എത്ര ആഗ്രഹിച്ചിട്ടും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ആ, മുത്തു ഇപ്പൊ വന്നത് എന്റെ ഭാഗ്യം. എനിക്കിന്നൊരു അബദ്ധം പറ്റി. എന്താ? ഞാനിന്ന് വൈകിട്ട് 8 മണിയായപ്പോഴേ പോയി ആഹാരം കഴിച്ചു. പതിവില്ലാതെ 3-4 പൊറോട്ടയും ഒരു ചിക്കനും. അതുകൊണ്ടെന്താ കുഴപ്പം? വയറ്റിന് വല്ല അസുഖമുണ്ടോ? അതല്ല, നാളെ എന്റെ അപ്പൂപ്പന്റെ ശ്രാദ്ധമാണ്. ഞങ്ങൾ മലയാളികളുടെ ഇടയിൽ ഒരു ചടങ്ങുണ്ട്. ബലിയിടുന്നതിന്റെ തലേ ദിവസത്തെ അവസാനത്തെ അരി ആഹാരം ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഇരന്ന് കഴിക്കണമെന്ന്. ഇനിയിപ്പോ ഈ പാതിരാത്രിക്ക് എവിടെ പോയി ഇരന്ന് കഴിക്കാനാ? ബലി മുടങ്ങാനും പാടില്ല. കാരണവന്മാര് കോപിക്കും. അതുകൊണ്ട് മുത്തുലക്ഷ്മി, ഒരു 2 സ്പൂൺ ചോറ്, എരിവും പുളിയൊന്നും അധികം ഇല്ലെങ്കിൽ 1-2 കറികളാവാം. അച്ചാറ് വേണം നിർബന്ധ. പിന്നെ മതി. പ്രയാസാവോ? ഏയ്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആ പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ എങ്ങനെ കൊണ്ടുപോകും? അതിനൊക്കെ ഞാൻ മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. വരുന്ന 18-ാം തീയതി അമ്മൻകോവിലിലെ ഉത്സവമാണ്. അന്ന് രാത്രിയിൽ ഈ ഗ്രാമം മുഴുവൻ അതിൽ മുങ്ങും, മതിമറക്കും. അന്ന് ഞാൻ കടത്തും. പതുക്കെ പറ, ചുവരനും കാത് കേൾക്കും. നമ്മൾ സൂക്ഷിക്കണം. ഭായിക്ക് വിരോധമില്ലെങ്കിൽ ആദ്യത്തെ കസ്റ്റമർ ഞാനായിക്കോട്ടെ. എത്ര തരും? എത്ര വേണമെങ്കിലും. അയ്യോ, എന്തിനാ ഇത്രയും ചോറ്? ഞാൻ 2 സ്പൂണാ പറഞ്ഞത്. ഇത് ഞങ്ങൾ ഈ മലയാള ഇടയിലുള്ള വെറും ഒരു ചടങ്ങ് മാത്രമാണ്. ഞാൻ നേരത്തെ ആഹാരം കഴിച്ചതാ. അത് സാരമില്ല, ആവശ്യത്തിനെടുത്താൽ മതി. അയ്യോ, അതല്ല, ആഹാരം വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇത് ഇത്രയും കഴിച്ച് തീർക്കാനും പറ്റില്ല. ഞാൻ ആ വൈകിട്ട് അറിയാതെ ചിക്കനും പൊറോട്ടയും കഴിച്ചു പോയതാ. 2 സ്പൂൺ കഴിച്ചിട്ട് ബാക്കി അപ്പൂപ്പന് കൊടുത്തേര്. അയ്യോ അയ്യോ.